புவனேஸ்வரி, கேரள மாநிலம், பாலக்காடு மாவட்டம் எலப்புள்ளி கிராமத்தில் இயற்கை விவசாயம் செய்து வருபவர். தரிசு நிலமாக இருந்த இவரது நிலத்தை இயற்கை கழிவுகள் மற்றும் இயற்கை ஈடுபொருட்களை இட்டு மண் வளத்தை மீட்டெடுத்துள்ளார். ரக்தசாலி, நவரா, மட்டை அரிசி, இட்லி அரிசி போன்ற ரகங்களை பயிரிட்டு வருகிறார். அதனை மதிப்பு கூட்டி அம்மாச்சி ஆர்கானிக்ஸ் எனும் பேரில் இணையத்தில் விற்பனையும் செய்து வருகிறார். மா, பலா, வாழை மூலம் கூடுதல் வருமானத்தையும் ஈட்டி வருகிறார். இவரது நிலத்தை பல்லுயிர் சூழல் கொண்ட ஒருங்கிணைந்த பண்ணையமாக வடிவமைத்து உள்ளார். பல விருதுகள் இவரது செயலை அங்கீகரித்து அளிக்கப்பட்டுள்ளது. கேரளா அரசு சிறந்த விவசாயிக்காக வழங்கும் உயரிய விருதான கர்ஷகா ஸ்ரீ விருதினை 2022ஆம் ஆண்டிற்காக பெற்றிருக்கிறார். இத்தகு சிறப்புமிகு முன்னோடி இயற்கை விவசாயியை ஈஷா மண் காப்போம் இயக்கம் சார்பில் நடைபெறும் பாரத பாரம்பரிய நெல் மற்றும் உணவு திருவிழாவில் உங்கள் முன் அறிமுகப்படுத்துவதில் பெருமை கொள்கிறோம். மனோஜவம் மாருததுல்ய வேகம் ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസാത് നമാമി. ഈ ഒരു പുണ്യമാസത്തിൽ, രാമായണ മാസത്തിൽ, ഇത്രയും വലിയൊരു സദസ്സിന് മുന്നിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇത് തന്നത് ഈഷ ഫൗണ്ടേഷനിലെ JP സാറും മുത്തുകുമാരൻ സാറ്, തമിഴ്മാരൻ സാറുമാണ്. അവർക്ക് ആദ്യം എൻ്റെ നന്ദി പറയാണ്. നിങ്ങളോട് പറയാൻ എനിക്ക് കുറേ ഉണ്ട്. എന്താ കാരണം ചോദിച്ചാൽ, ഈ 30 വർഷമായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം ഒരു 10 മിനിറ്റിലോ 1 മണിക്കൂറിലോ എനിക്ക് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, എൻ്റെ അച്ഛൻ പണ്ട് പറയും മണ്ണ് നമ്മളെ ചതിക്കില്ല എന്ന്. മണ്ണാണ് നമ്മളുടെ എല്ലാം. മണ്ണ് 5000 വർഷങ്ങൾക്ക് മുമ്പ്, ക്രിസ്തുവിന് 5000 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പറഞ്ഞിട്ടുണ്ട്, മണ്ണാണ് നമ്മളുടെ എല്ലാം. അപ്പം മണ്ണിനെ സേവ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഒരു കാര്യം. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ, ഞാനും അതുമാതിരി 30 വർഷങ്ങൾക്ക് മുമ്പ് തരിശായിട്ടുള്ള ഒരു 4 ഏക്കർ ഭൂമിയിൽ പണിയെടുത്ത് ആ ഭൂമിനെ സുഭാഷ് പാലേക്കർജിയുടെ, പത്മശ്രീ കിട്ടിയ സുഭാഷ് പാലേക്കർജിയുടെ ആ ഒരു രീതി അഡോപ്റ്റ് ചെയ്ത് അതുമാതിരി ചെയ്ത് ഇപ്പം ഞാനൊരു 30 ഏക്കറിൽ വന്ന് നിൽക്കുകയാണ്. അത് എന്തായാലും ദൈവികമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ 30 ഏക്കറിൽ വന്ന് നിൽക്കുമ്പോൾ ഇന്ന് എൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടികളെയൊക്കെ എനിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞു ഈ ഒരു വരുമാനം കൊണ്ട്. ഈ കുട്ടികളൊക്കെ നല്ല നിലയിലായി. അതിന് പുറമെ ഒരുപാട് സേവ ചെയ്യാൻ പറ്റുന്നുണ്ട്. സേവ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ്, ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ എനിക്ക് ഇതിന്ന് കിട്ടുന്ന ഒരു വരുമാനമാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് ഇത്രയും ആൾക്കാരോട് പറയാനുള്ളത്, മണ്ണ് നമ്മളെ ചതിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും മണ്ണ്, നല്ല മണ്ണ്, ഇപ്പം ഞാൻ പഞ്ചഗവ്യം ജീവാമൃതവും മാത്രം ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഈ 30 വർഷമായിട്ട് എൻ്റെ മണ്ണിൽ ഒരു വേപ്പ് മണ്ണാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ നമ്പർ ഞാനിവിടെ പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും പാലക്കാട് വരാം, എൻ്റെ കൃഷി സന്ദർശിക്കാം, ഞാൻ എന്താ ചെയ്യണമെന്ന് നേരിൽ കാണാം. അതായിരിക്കും നല്ലത്. എന്നാൽ നല്ലൊരു ഓർഗാനിക് ശാപ്പാടും കഴിച്ചിട്ട് പോവാം. എല്ലാവരും സംസാരിക്കുന്ന മാതിരി കുറേ നേരം സംസാരിച്ചാൽ വർത്തമാനം പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മലയാളമാണ്, ഞാൻ മലയാളി ആയതുകൊണ്ട്. പാലക്കാട് നിന്നാണ് ഞാൻ വരുന്നത്. പാലക്കാട് എലപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും എൻ്റെ നമ്പർ, കോണ്ടാക്ട് നമ്പർ എടുത്തിട്ട് നിങ്ങൾ വരണം. ഞാൻ എന്താണ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഞാൻ ഒരുപാട് ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നുണ്ട്. കോളേജിൽ സ്റ്റുഡൻസ്, സ്കൂളിലത്തെ കുട്ടികൾ, US ഒരു കർണഗി മെല്ലൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 കുട്ടികൾ ഇൻറ്റേൺഷിപ്പിന് വന്നിരുന്നു 3 മാസം. അതുമാതിരി ഒരുപാട് സ്ഥലത്തു നിന്ന് ഇൻറ്റേൺഷിപ്പായിട്ട് കുറേ കുട്ടികൾ വരുന്നുണ്ട്. അവർക്കൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നേരിട്ട് കണ്ട് അനുഭവിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും വരണം. പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും എല്ലാം കൂടി അവിടെ വേറൊരു രീതിയാണ്. പിന്നെ ഞാൻ ഈ സാധനങ്ങൾ മുഴുവനും മൂല്യവർദ്ധിതമാക്കിയിട്ട് അമ്മച്ചീസ് ഓർഗാനിക് ഫാം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിലൂടെയാണ് വിൽക്കുന്നത്. 10 ഏക്കറിലാണ് എനിക്ക് നെൽകൃഷിയുള്ളത്. ഇതുവരയ്ക്കും ഞാൻ നെല്ല് പുറമേ കൊടുത്തിട്ടില്ല. എല്ലാം അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അമ്മച്ചീസ് ഓർഗാനിക് ഫാം എന്നുള്ള വെബ്സൈറ്റിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും എനിക്ക് ഗേറ്റിൻ്റെ പുറത്ത് പോയിട്ട് എൻ്റെ സാധനം നിങ്ങൾ വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അപ്പം നിങ്ങളും മണ്ണിനോട് മല്ലടിച്ച് മണ്ണിനെ സ്നേഹിച്ച് ദൈവികമായിട്ട് ചെയ്താൽ ഇതെല്ലാം
സാധ്യമാവുന്നുള്ള കാര്യത്തിന് ഒരു തർക്കമില്ല. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ 65 വയസ്സിലും ഞാൻ അവിടുന്ന് കാറോടിച്ച് ഇവിടെ വന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ, പാലക്കാട് നിന്ന് കാറോടിച്ച് ഇവിടെ വന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇത്ര ധൈര്യത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ എന്തായാലും അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതൊരു ദൈവികമായ രീതിയാണ്. മണ്ണിനോട് മല്ലടിച്ച് നമ്മൾക്ക് എപ്പോഴും വിജയിക്കാൻ പറ്റും. അപ്പം നിങ്ങളത് എല്ലാവരും വരിക, എൻ്റെ കൃഷി കണ്ടിട്ട് എല്ലാവരും ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പോവാം. എനിക്ക് പറയാനുള്ള അതാണ്. ഈ കുറേ നേരം ദീർഘിപ്പിക്കില്ല, കാരണം നിങ്ങളെല്ലാവരും വിശന്നിട്ട് ഇരിക്കുകയാണ്. എല്ലാവരും തമിഴ് എനിക്ക് അത്ര അറിയില്ല, എല്ലാവരും പശിയിലിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ മണ്ണിനെ സ്നേഹിക്കുക. ആ മണ്ണിനെ വേറൊന്നും വേണ്ടാത്ത രീതിയിലൊന്നും ചെയ്യാതെ ഈ പഞ്ചഗവ്യം, ജീവാമൃതം, അങ്ങനെ പല നല്ല സാധനങ്ങൾ മാത്രം മണ്ണിലിട്ട് നമ്മൾ കഴിക്കുന്ന മാതിരി തന്നെ നല്ല ഭക്ഷണം മണ്ണിനും കൊടുത്ത് ദൈവികമായിട്ടുള്ള രീതിയിൽ കൊണ്ടുനടന്നാൽ നമ്മളൊരിക്കലും താഴോട്ട് വരില്ല, മുൻപോട്ടേ പോവുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഈ വിശപ്പ് എല്ലാവർക്കും ഒന്നാണല്ലോ. നന്ദി, നമസ്കാരം. அம்மாவை பற்றிய ஒரு சிறிய அறிமுகம். அவங்க வந்து பார்த்திங்கன்னா கேரளா அரசினுடைய 2022ஆம் ஆண்டில் அந்த சிறந்த விவசாயிக்கான உயரிய விருதான கர்ஷகஸ்ரீ விருது அவங்க வாங்கியிருக்காங்க. அவங்க எலப்புள்ளி கிராமத்தில் 24 ஏக்கரில் 10 ஏக்கர் நிலத்தில் இயற்கை முறையில் அவங்க நெல் சாகுபடி செஞ்சுட்டு வராங்க. அவங்க வந்து வசிக்கிற பகுதி பார்த்திங்கன்னா மலைமறைவு பிரதேசம், மழை வந்து ரொம்ப குறைவாக இருக்கும். ஸோ அவங்க 1996 வந்து அவங்க திருமணமாகி இங்கே வந்தபோது அவங்க பூமி வந்து ரொம்ப தரிசு நிலமாக தான் இருந்துச்சு. ஸோ அவங்க ஒருத்தரே வந்து அந்த நிலத்தை தொடர்ந்து இயற்கையில் கிடைக்கக்கூடிய குப்பைகள், சாணி, கோமியம், ஜீவாமிர்தம், பஞ்சகாவியம் மட்டுமே கொடுத்து தனி பெண்ணாக இருந்து இந்த இயற்கை விவசாயம் மீது தொடர் நம்பிக்கை வச்சு இந்த மண் வளத்தை அவங்க மீட்டெடுத்துருக்குறாங்க. ரத்தசாலி, நவரா, மட்டை அரிசி, இட்லி அரிசி போன்ற ரகங்களை மட்டுமே பயிரிட்டு அதனை மதிப்பு கூட்டி அவங்க விற்பனை செய்கிறாங்க. அவங்க பண்ணையில் வந்து நெய்யும் வந்து அவங்க மதிப்பு கூட்டி விற்பனை செய்கிறாங்க நாட்டு மாட்டில். அதோட அவங்க நிலத்தை வந்து பல்லுயிர் கொண்ட ஒருங்கிணைந்த பண்ணையமாக அவங்க வடிவமைச்சு வச்சுருக்காங்க. ஸோ நஞ்சில்லா உணவே அவங்க எல்லாத்துக்கும் கொடுக்கணுங்கிறது தான் அவங்களுடைய இலக்கு. அவங்களுடைய பொண்ணு கூட பார்த்திங்கன்னா இப்போ ரீசெண்டாக அவங்க வந்து விவசாயம் எப்படி உணவு தயாரிக்கிறாங்கன்னு தெரியுமா, வெறும் டிபார்ட்மெண்ட் ஸ்டோரில் மட்டும் கிடைக்காது அப்படிங்கிற மாதிரியான வீடியோவை நம்ம மண்காப்போம் இயக்கத்துக்காக அவங்க பொண்ணு வந்து நமக்காக பேசியிருந்தாங்க, அவங்க பேத்தி பேசியிருந்தாங்க. ஸோ இப்படிப்பட்ட கேரள மாநிலத்தின் திருமதி புவனேஸ்வரி அம்மாவை இந்த நிகழ்விற்கு கலந்து கொண்டதற்காக மண்காப்போம் இயக்கம் சார்பில் நன்றி தெரிவித்துக் கொள்கின்றோம். புவனேஸ்வரி அவர்களுக்கு ஈஷா மண்காப்போம் சார்பாக நினைவு பரிசை வழங்க தேசிய அளவில் பல விருதுகளை வாங்கியுள்ள முன்னோடி விவசாயி ஜெகதீஷ் ரெட்டி, சித்தூர், ஆந்திரா அவர்களை அன்போடு மேடைக்கு அழைக்கிறோம்.